പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ദൈവവചനവുമായി നിങ്ങളെ മുമ്പിൽ നിൽക്കുവാൻ ദൈവമൊരുക്കിയ സ്നേഹത്തിനായി, കരുതലിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിനെന്ന്. ദൈവം തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരാണ് നാം ഓരോരുത്തരും. ഓരോ മനുഷ്യ ജീവനും ദൈവം തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത്. അതിൻ്റെ വിലയെ എത്ര കോടികൾ വെച്ചാലും, ഈ ലോകത്തിലെ എന്തെങ്കിലും കൂട്ടിവെച്ച് അതിനെ കണക്ക് നോക്കിയാലും അതൊരിക്കലും അതിൻ്റെ വിലയിടാനായിട്ട്, വില പൂർത്തീകരിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു തിന്മ ചെയ്യാനായിട്ട് ഇടയായിട്ടുണ്ടെങ്കിൽ ആ തിന്മ എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഒരു തടസ്സമായിട്ടത് നിൽക്കും. കറണ്ട് കമ്പിയിലൂടെ കടന്നു വരുമ്പോൾ എവിടെയെങ്കിലും അത് പൊട്ടിപ്പോയാൽ, ഒരു ബ്ലോക്ക് വന്നാൽ, പിന്നീട് മുന്നോട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി പോകത്തില്ല. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എന്നിലേക്ക് ചൊരിയപ്പെടുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ എൻ്റെ ശരീരത്തിലോ ആത്മാവിലോ എന്തെങ്കിലും ഒരു തിന്മ, തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ അഭിഷേകം എനിക്ക് സ്വീകരിക്കുവാനായിട്ട് പറ്റുകയില്ല. പരിശുദ്ധ സഭ നിലവിളിക്കുന്ന 4 പാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്നത് സാധുവിനെ പീഡിപ്പിക്കുക. രണ്ടാമത് പറയുന്നത് കൂലിക്കാരൻ്റെ കൂലി കൊടുക്കാതെ പിടിച്ചു വയ്ക്കുന്നത്. മൂന്നാമത് പറയുന്നത് കരുതിക്കുട്ടിയുള്ള കൊലപാതകം. നാലാമത്തെ നിലവിളിക്കുന്ന പാപമാണ് സോദോമ്യ പാപം, പ്രകൃതി വിരുദ്ധമായ ഭോഗങ്ങൾ, പാപങ്ങൾ. അത് അവിടെ കിടന്ന് നിലവിളിക്കുമെന്ന് പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക. എൻ്റെ പാപം അത് അവിടെ കിടന്ന് നിലവിളിക്കും. ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ, ഞാൻ ദൈവസന്നിധിയിൽ മനസ്തപിക്കുന്നില്ല എങ്കിൽ, കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ പോയി ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നില്ല എങ്കിൽ, കുമ്പസാരക്കുട്ടിലേക്ക് പോയി പുരോഹിതന് മുമ്പിൽ മുട്ടുകുത്തി ദൈവത്തോട് തൻ്റെ പാപങ്ങളെ, ഞാനൊരു പാപിയാണ്, ഞാൻ അനേകം പാപങ്ങളെ ചെയ്തവളാണെന്ന് ഞാൻ പറയാതെ, ഞാൻ ചെയ്ത പാപം ഒരു ക്രെഡിറ്റായിട്ട് ഞാൻ കൊണ്ടു നടക്കുകയാണെങ്കിൽ അത് അവിടെ കിടന്ന് നിലവിളിക്കുമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഒരിക്കലൊരു മനുഷ്യൻ തലയിൽ വലിയ ചാക്കുകെട്ടുമായി, ചുമടുമായി ഇങ്ങനെ നടന്നു പോകുക. അപ്പോൾ അദ്ദേഹത്തെ എതിര് വന്ന സഹോദരൻ ചോദിച്ചു, സഹോദര, നീ എന്താണ് ഈ ചാക്കുകെട്ടുമായി തലയിൽ ചുമന്നു കൊണ്ടുപോകുന്നത്? അവൻ പറയുകയാണ്, ഞാൻ നാളുകളായി ചെയ്തു കൂട്ടിയ പാപം മുഴുവനും ഞാനൊരു ചാക്കുകെട്ടിലാക്കി കടലിലേക്ക് കൊണ്ടുകളയാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെ ഇദ്ദേഹം ചോദിച്ചു, നീ എന്തെല്ലാം പാപമാണ് ചെയ്തത്?
അദ്ദേഹം പറഞ്ഞു, ഓരോ പാപത്തിൻ്റെ ഗണവും അദ്ദേഹം ഈ ഈ ഈ ചാക്കിലിരിക്കുന്ന ഇന്ന പാപങ്ങളുണ്ട്. അന്യദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്, വിചാരം ചെയ്തിട്ടുണ്ട്, മോഷ്ടിച്ചിട്ടുണ്ട്, കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഈ പാപം മുഴുവനും ചാക്കുകെട്ടിലാക്കി കടലിൽ കൊണ്ട് കളയാൻ വേണ്ടി പോകും. അപ്പോൾ ഇങ്ങനെ പറയുകയാണ്, അത് കൊണ്ട് കളഞ്ഞാൽ വീണ്ടും വരില്ലേ? വീണ്ടും വരും, ഞാൻ വീണ്ടും കൊണ്ടുപോയി കളയും. ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ ഞാനെന്നാ ഒരു പാപം കാണട്ടെ എന്ന് പറഞ്ഞ് എതിരെ വന്ന മനുഷ്യൻ ഈ മനുഷ്യൻ്റെ ചാക്കുകെട്ട് അഴിച്ചു നോക്കിയപ്പോൾ അതിൽ ഒന്നും കാണാനായിട്ട് കഴിഞ്ഞില്ല. ഇന്ന് പലപ്പോഴും നമ്മളുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും ചിലർ അതൊരു ക്രെഡിറ്റ് ആയിട്ട് വെച്ചേക്കും. ചിലവർ ഇത് എവിടെ കൊണ്ട് കളയണം? ഒരു വൈദികനോട് പറഞ്ഞാൽ അവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും അല്ലേ? ഒരു വൈദികനോട് ചിലപ്പോഴും കുമ്പസാരിക്കാനൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ പാവങ്ങളെ അവർ പറയത്തുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 100 വയസ്സായ അമ്മച്ചി അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വരുമ്പോൾ ഒരുപക്ഷെ പറയുന്നത് ഇങ്ങനെയായിരിക്കാം, ഞാൻ മൂത്തവരെ ബഹുമാനിച്ചില്ല എന്ന്. ഈ അമ്മച്ചി ഇനി എന്തോരം ബഹുമാനിക്കാനുള്ളത്? നമ്മൾ പലപ്പോഴും കുമ്പസാരത്തിലേക്ക് കടന്നു വന്ന് കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ പോളിഷ് അടിച്ച പാവങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ നിലവിളിക്കുന്ന അനേകം പാവങ്ങളുണ്ട്, പക്ഷെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ചിന്ത, ഈ അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ, ഈ അച്ഛനോട് പറഞ്ഞാൽ നാളെ അച്ഛൻ കാണുമ്പോൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവസന്നിധിയിലാണ് നാം നിൽക്കുന്നത്. ദൈവസന്നിധിയിൽ ആ പുരോഹിതൻ പറയുന്നുണ്ട്, ദൈവസന്നിധിയാണ് നിൽക്കുന്ന ഒരു ഉത്തമമായ ബോധ്യത്തോടുകൂടി നിന്റെ ജീവിതത്തിൽ നീ കഴിഞ്ഞ കുമ്പസാരത്തിൽ പറഞ്ഞിട്ട് വീണ്ടും ചെയ്തു പോയതും ഏറ്റുപറയാത്തതുമായ സകല പാപങ്ങളെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുക. അത് ദൈവത്തോടാണ് പറയുന്നത്. പുരോഹിതന്റെ ജീവിതത്തിൽ അത് പിന്നീട് ഒരിക്കലും അത് ഓർത്തു വയ്ക്കുന്നില്ല എന്ന് ദൈവം ഈ പരിശുദ്ധ സഭയിലെ പുരോഹിതന്മാരോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും, ആരുടെ പാവം എന്താണെന്ന് പോലും എനിക്കറിയില്ല. ദൈവം അത് മറന്നുപോകും. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ 43 പറഞ്ഞത്, നിന്റെ പാപം എന്നെ വന്ന് ഓർമ്മിപ്പിക്കുക, ഞാനത് മറന്നുപോകാം, ഞാനത് ഓർക്കില്ല എന്ന് പറഞ്ഞു. ദൈവം ഓർക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഓർത്തു വെക്കുന്നത്? ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെ മുഴുവനും ദൈവസന്നിധിയിൽ നമുക്ക് ഇറക്കി വയ്ക്കുവാനായിട്ട് കഴിയണം. ഇല്ലെങ്കിൽ, മനസ്തപിച്ച് പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ ആ പാപം അവിടെ കിടന്ന് തന്നെ നിലവിളിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിലവിളിക്കുന്ന 4ാമത്തെ പാപമാണ് സോദോമ്യ പാപം, പ്രകൃതി വിരുദ്ധമായ പാപം. ഇന്ന് ലോകത്ത് ഏറ്റവും വേദനയോടുകൂടി ഓർക്കുകയാണ്, ഇന്ന് സ്വവർഗഭോഗം ഇന്ന് എല്ലാ രാജ്യങ്ങളിലും അത് നിയമമാക്കിക്കൊണ്ടിരിക്കുക. ആണിനെയും പെണ്ണിനെയും ഭോഗിക്കുന്ന രീതിയിൽ ഇന്ന് ഈ നിയമങ്ങളെല്ലാം ഇന്ന് വന്നുകൊണ്ടിരിക്കുക. നമുക്ക് ശക്തമായിട്ട് എതിർക്കാനായിട്ട് കഴിയണം. ഒരു ക്രൈസ്തവൻ എതിർക്കാനായിട്ട് കഴിയണം. ഇല്ലെങ്കിൽ നമ്മുടെ നാട് നശിച്ചു പോകും. ഞാനൊരു കാര്യം ഇങ്ങനെ ചോദിക്കട്ടെ, എന്തിനാ ദൈവം സ്ത്രീയെയും പുരുഷനെയും രണ്ടായിട്ട് സൃഷ്ടിച്ചത്? ദൈവം അവയോട് പറയുന്നുണ്ട്, നീ മക്കളെ പ്രസവിക്കുമെന്ന്. ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് മക്കളുണ്ടാകുക എന്ന് പറയുന്നത്. മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് അതൊന്ന് നഷ്ടപ്പെടുത്തി, അതൊന്നും ഇന്നൊന്നും വേണ്ട എന്ന് പല സ്ത്രീകൾക്കും പ്രസവിക്കാൻ മടിയാണ്. എനിക്ക് പ്രസവിക്കേണ്ട, എനിക്ക് മക്കളെ വേണ്ട. ഇന്ന് പലപ്പോഴും അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കും തൻ്റെ കൂട്ടുകാരിയെയോ അല്ലെങ്കിൽ പുരുഷന്മാർ കൂട്ടുകാരനെ വിവാഹം കഴിക്കാൻ വേണ്ടി ചെയ്തിരിക്കും. ഈ നാളുകളിൽ നമുക്ക് കണ്ടൊരു കാര്യമാണ്. വിശുദ്ധ ബൈബിളിൽ
ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 29 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, വെയിലാറിയപ്പോൾ ലോത്ത് പട്ടണവാതിക്കൽ നിൽക്കുമ്പോൾ സുന്ദരന്മാരായ 2 പുരുഷന്മാർ ലോത്തിന്റെ വീട്ടിലോട്ട് വന്നു. ആ ദേശത്ത് മുഴുവനും, സൊദോമിലെ ജനം മുഴുവനും സ്വവർഗഭോഗികളായിരുന്നു എന്ന് ദൈവവചനം ഉറപ്പെടുത്തുക. അവിടെ നിൽക്കുമ്പോഴാണ് 2 സുന്ദരന്മാര് ലോത്തിനെ കാണാൻ വേണ്ടി വരികയാണ്. വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ആ ദേശത്തിലുള്ള സകല മനുഷ്യന്മാരും ലോത്തിന്റെ ഭവനത്തിന് ചുറ്റും കൂടി. എന്നിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ സുന്ദരന്മാരെ ഇങ്ങോട്ട് ഇറക്കി വിടുക, ഞങ്ങൾ അവരെ ഭോഗിക്കട്ടെ എന്ന് പറഞ്ഞ് ലോത്തിനോട് പിടിക്കുകയാണ്, ലോത്തിനോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ലോത്ത് ആ സുന്ദരന്മാരെ അവരെ തൻ്റെ വീട്ടിലേക്ക് വലിച്ചിട്ട് വാതിൽ ശക്തമായിട്ട് അടച്ചു. തൻ്റെ വാതിൽ തള്ളി തുറക്കാനായിട്ട് നോക്കുമ്പോൾ ലോത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവിതത്തിൽ പഠിക്കണം മക്കളെ. ദൈവം തന്നിരിക്കുന്ന ആലയത്തെ നശിപ്പിക്കാൻ നമ്മൾ ഒരിക്കലും തുനിയരുത്. എന്ത് വില കൊടുത്തും വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. എവിടെയെല്ലാം ഞാൻ ക്രിസ്തുവിന് വേണ്ടി എൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എവിടെയെല്ലാം ഞാൻ എളിമപ്പെടണോ, ഞാൻ വിട്ടുകൊടുക്കണോ, ഞാൻ സഹിക്കണോ, അത് സ്വീകരിച്ചാൽ എൻ്റെ ക്രൈസ്തവ ജീവിതം, എൻ്റെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായി തീരും. ലോത്ത് പറയുന്നുണ്ട്, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ പൊക്കോ, ഇവരെ ഞാൻ വിട്ടുതരില്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ സുന്ദരികളായ എൻ്റെ പെൺമക്കളുണ്ട്, അവരെ നിനക്ക് തരാം. ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരെ, ദൈവത്തിൻ്റെ ദൂതന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ലോത്ത് പറയുന്നൊരു കാര്യം കേട്ടു. ജീവിതത്തിൽ ദൈവം എന്നിലാക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം സംരക്ഷിക്കാൻ വില കൊടുക്കണം. എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അവിടുത്തെ ജനം മുഴുവനും സ്വവർഗ ഭോഗികളായതുകൊണ്ട്, ആണിനെ ഭോഗിക്കുന്നു, സ്ത്രീയെ ഭോഗിക്കുന്നതായതുകൊണ്ട് സോദോം നശിച്ചുപോയി. തീയും ഗന്ധവും ഇറങ്ങി സോദോം നശിച്ചുപോയി. ഇന്ന് ഈ ലോകത്ത് വരാനിരിക്കുന്ന വലിയ ദുരന്തവും അതുതന്നെയാണ്. ഞാനൊരിക്കലും ആരെയും ന്യായവിധിക്കാനോ ഇല്ലെങ്കിൽ വിധിക്കാൻ ഞാൻ ആളല്ല, ഞാൻ വിധിക്കുന്നില്ല. പക്ഷേ വിശുദ്ധ ബൈബിളിൽ അതിന് നമുക്ക് തെളിവ് തരുന്നുണ്ട്. ഇന്ന് പല രാജ്യങ്ങളും അത് നിയമമായിക്കൊണ്ടിരിക്കുകയാണ്. ആണിന് തോന്നുന്ന രീതിയിൽ ജീവിക്കാം, ഒരു ആണിനെ വേണം വിവാഹം കഴിക്കാം. കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ വാർത്ത വായിച്ചതാണ്. 2 പേരും അവരൊരുമിച്ച് ജീവിക്കുന്നു. ഞാനൊരൊറ്റ ചോദ്യം ഇങ്ങനെ ചോദിക്കട്ടെ, നമ്മുടെ മാതാപിതാക്കന്മാരോ നമ്മുടെ തലമുറകളോ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഞാനായിരിക്കുന്ന ഈ ഒരു ജനറേഷൻ ഭൂമിയിൽ ഉണ്ടാകുമോ? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, നീ മക്കളെ പ്രസവിക്കുമെന്ന് ഹവ്വയോട് ദൈവം അനുഗ്രഹിച്ചത്. അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അതുതന്നെയാണ് വചനം പറയുന്നത്, നിലവിളിക്കുന്നൊരു പാപമാണ് സോദോമിയ പാപം, അത് ഭൂമിയിൽ കിടന്ന് നിലവിളിക്കും. റോമാലേഖനം 1-ാം അധ്യായം 26-ാം തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. ഇന്ന് ലോകത്ത് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നാം പ്രാർത്ഥിക്കണം, വില കൊടുത്ത് പ്രാർത്ഥിക്കണം. അനേകം പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ലോകം ഏറ്റവും പാപത്തിൻ്റെ മൂർധന്യാവസ്ഥയിലായിരിക്കുകയാണ്. വില കൊടുത്ത് പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ഇനി വരുന്ന എൻ്റെ മക്കൾ, എൻ്റെ പെങ്ങൾ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ, അനുജത്തി, ദൈവമേ ഒരിക്കലും പാപത്തിലേക്ക് വീണുപോകരുതെന്ന് ദൈവസന്നിധിയിൽ നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. ലേവ്യ പുസ്തകം 20-ാം അധ്യായം 13-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, ഒരുവൻ സ്ത്രീയോടുകൂടെ എന്ന പോലെ
പുരുഷനോടുകൂടെ ശയിച്ചാൽ ഇരുവരും ഹീനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്, അവരെ വധിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യുവാവേ, നീ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഒരു പാപത്തിന് അടിമപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ പാപം നീ എവിടെ വെച്ചാണോ ചെയ്യുന്നത്, നിന്റെ വീട്ടിൽ വെച്ചോ, സഹോദരന്റെ വീട്ടിൽ വെച്ചോ, വാഹനത്തിൽ വെച്ചോ, നീ എവിടെ വെച്ച് ചെയ്താലും സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. അതവിടെ കിടന്ന് നിലവിളിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രകൃതി വിരുദ്ധമായ പാപം ഇന്ന് ലോകത്ത് പെരുതിക്കൊണ്ടിരിക്കുക. വേദനയോടെ നമ്മൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ഒരു ഉപദേശമായിട്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ഇങ്ങനെയുള്ള മക്കൾ, സഹോദരനോ പെങ്ങളോ അനിയത്തിയോ അനിയനോ ഇങ്ങനെ പ്രകൃതി വിരുദ്ധമായ പാപങ്ങളിൽ ഏർപ്പെടുന്നതിന് കാരണം അവർക്ക് തെറ്റായ ബോധ്യങ്ങൾ അവരുണ്ടാകുന്നത് കൊണ്ടാണ്. നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ, ആൺകുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അപ്പൻ പറഞ്ഞു കൊടുക്കണം, മോനെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന സൗണ്ടിന്, അവൻ്റെ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിനക്കിങ്ങനെ മാറ്റമുണ്ടാകുന്നത്. ഈ അപ്പൻ പറഞ്ഞു കൊടുക്കണം. മകൾക്ക് അമ്മ പറഞ്ഞു കൊടുക്കണം, നിനക്കൊരു പ്രായപൂർത്തിയാകുമ്പോൾ നിന്റെ ശരീരത്തിൽ ഇങ്ങനെയെല്ലാം മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് അമ്മ പറഞ്ഞു കൊടുക്കണം. ഈ അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ മക്കൾ പോയിട്ട് കൂട്ടുകാരോടോ അയൽവക്കത്തുള്ളവനോടോ ചോദിക്കുമ്പോൾ അവർക്കും അറിയുന്ന തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഈ മക്കൾക്ക് തെറ്റായ രീതിയിൽ പറഞ്ഞു കൊടുക്കും. വിരുന്നു പോകുമ്പോൾ പലപ്പോഴും പ്രസംഗിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ മക്കളെ വിരുന്നു വിടുമ്പോൾ നാം ഏറെ സൂക്ഷിക്കണം. ഒരുപക്ഷെ നിങ്ങൾ എന്ത് ചീത്ത പറഞ്ഞാലും എന്ത് വഴക്ക് പറഞ്ഞാലും ഞാൻ ഇതിങ്ങനെ തന്നെ പറയുകയാണ്, നമ്മുടെ പെൺമക്കളെ നാം വിരുന്ന് വിടുമ്പോൾ, അങ്കിളിൻ്റെ വീട്ടിലോ അനിയൻ്റെ വീട്ടിലോ ചേട്ടൻ്റെ വീട്ടിലോ വിരുന്ന് വിടുമ്പോൾ നാം കരുതലുള്ളവരായിത്തീരണം. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ നാം കരുതണം. അവരെ ഒറ്റയ്ക്ക് വിടുമ്പോൾ അമ്മമാർ ചിന്തിക്കണം, ഇവൾ സുരക്ഷിതമായിട്ട് അവിടെ നിൽക്കുമോ എന്ന് ചിന്തിക്കണം. അവൾ സുരക്ഷിതമാണോ എന്ന് ചിന്തിക്കണം. അവർ വിരുന്നു പോയി തിരിച്ചു വരുമ്പോൾ അവരോട് ചോദിക്കണം. അവിടുത്തെ അനുഭവങ്ങൾ അമ്മമാർ ചോദിക്കണം. അപ്പൻ ചോദിക്കണം, മോനെ, അവിടെ എങ്ങനെയായിരുന്നു, വിരുന്നു പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു, അവിടെ ആഹാരം തന്നോ, പൈസ തന്നോ, ഉടുപ്പെടുത്ത് തന്നോ, ഡ്രസ്സ് വാങ്ങി തന്നോ എന്നല്ല ചോദിക്കേണ്ടത്. അവിടുത്തെ അനുഭവം എന്തായിരുന്നു, ഞായറാഴ്ച അവിടെ പോയി നിന്നപ്പോൾ, മാമൻ്റെ വീട്ടിൽ പോയി നിന്നപ്പോൾ എന്തായിരുന്നു അനുഭവം എന്ന് ചോദിക്കണം. പ്രകൃതി വിരുദ്ധമായ പാവങ്ങളിൽ നമ്മളുടെ മക്കൾ അടിമപ്പെട്ടു പോകാതിരിക്കാൻ ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം. ലേവ്യ പുസ്തകം എന്താ പറയുന്നത്? ഒരുവൻ സ്ത്രീയോടുകൂടെ എന്ന പോലെ പുരുഷനോടുകൂടെ ശയിച്ചാൽ അവനെ പട്ടണവാതിക്കൽ കൊണ്ടുവന്ന് അവനെ കൊന്നുകളയണമെന്ന് ദൈവവചനം പറയും. ജനം മുഴുവനും ആമേൻ പറയണമെന്ന്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 10-ാം തിരുവചനം, സ്വവർഗഭോഗികൾ സ്വർഗരാജ്യം അവകാശമാക്കില്ല. കുറേ നാളുകൾക്ക് മുമ്പ് ഫിലിപ്പിനിലുള്ളൊരു വൈദികനെ പരിചയപ്പെടാനുണ്ടായി. വേറെ സഭയിലെ വൈദികനെ പരിചയപ്പെടാനുണ്ടായി. അദ്ദേഹം പറയുകയാണ്, അച്ഛാ, ഇത് കണ്ട് ഞാൻ മടുത്തു. പരസ്യമായിട്ട് ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിന്ന് ചെയ്യുകയാണ്. എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനൊക്കെ അവിടെ നിൽക്കുന്നത് ഈ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്, ഞാൻ ഈ ബലിയർപ്പണം കൊണ്ട് മാത്രമാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്. ഇന്ന് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറയും. ഇന്ന് പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങളിൽ ഇന്ന് ഈ ലോകത്ത് ഇന്ന് അത് അധികമായി ഇന്നത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നതിന് ലൈസൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലേവ്യ പുസ്തകം 18-ാം അധ്യായം 22-ാം തിരുവചനം പറയുകയാണ്, സ്ത്രീയോടുകൂടെ എന്ന പോലെ പുരുഷനോടുകൂടെ നീ ശയിക്കരുത്, അത് മ്ലേച്ഛതയാകുന്നു എന്ന്. പുരുഷൻ
പുരുഷനുമായി സ്ത്രീയുമായി ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് മ്ലേച്ഛതയാണ്. അത് അവിടെ കിടന്ന് നിലവിളിക്കും. നിന്റെ റൂമിൽ കിടന്ന്, നിന്റെ വീട്ടിൽ നിന്ന് നീ എവിടെ വെച്ചാണോ പ്രകൃതി വികൃതമായ ഇങ്ങനെയുള്ള പാവങ്ങൾ ചെയ്യുന്നത്, അതവിടെ കിടന്ന് നിലവിളിക്കും. വീണ്ടും ലേവ്യ പുസ്തകം 18-ാം അധ്യായം 23-ാം തിരുവചനം പറയാണ്, സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ തന്നെ അശുദ്ധനാക്കരുത്, അത് ലൈംഗിക വികൃതമാണ്. മൃഗഭോഗം ചെയ്യുന്നത് പാപമാണ്. ഏതെങ്കിലും രീതിയിൽ അങ്ങനെയുള്ള പാപങ്ങൾ നമ്മളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ കൂട്ടുകാരെ കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ ഇങ്ങനെയൊരു പാപത്തിന് ഒരു വ്യക്തി അടിമയാണെങ്കിൽ നമുക്കറിയുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ അവരുടെ മാതാപിതാക്കന്മാരോട് പറയണം. ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വികാരിയച്ഛനോട് നിങ്ങൾ പറയണം. അവൻ ഏതെങ്കിലും വിധത്തിൽ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയ സുവിശേഷമായിരിക്കും അത്. എന്നെ കേൾക്കുന്ന യുവാവേ, യുവതി, നിന്റെ ജീവിതത്തിലോ നിന്റെ കൂട്ടുകാരുടെ ജീവിതത്തിലോ ഇങ്ങനെയുള്ള മാരകപാപം നടക്കുന്നുവെങ്കിൽ നീ അവനെ പിന്മാറ്റത്തിലേക്ക് നന്മയിലേക്ക് കൊണ്ടുവന്നാൽ നീ അവനെ നേടി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സുവിശേഷമാണ്. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കേണ്ട വലിയ വിഷയമാണ് അച്ഛൻ പറയുന്നത്. പ്രകൃതി വികൃതമായ ഭോഗങ്ങളിൽ ഏർപ്പെട്ട് തന്നെ മലിനമാക്കുന്ന അനേകം വ്യക്തികളുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 42-ാം തിരുവചനം പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അവൻ ഈ ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ ഒരു തിരിക്കല്ല് കെട്ടി കടലിൽ പോയി ചാടുന്നത് നല്ലതെന്ന് പറയും. അവൻ്റെ ജീവിതത്തിൽ അവനിങ്ങനെ പ്രകൃതി വിരുദ്ധങ്ങളിൽ ഏർപ്പെടരുത്. അതിനേക്കാൾ നല്ലത് അവൻ്റെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി കടലിൽ കൊണ്ട് കളയുന്നു. ഇങ്ങനെയുള്ള പ്രകൃതി വിരുദ്ധമായ പാവങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ടോ? റോമാലേഖനം 8-ാം അധ്യായം 8-ാം തിരുവചനം പറയുകയാണ്, ജഡീക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. റോമാലേഖനം 8-ാം അധ്യായം 6-ാം തിരുവചനം, ജഡീക താല്പര്യങ്ങൾ മുഴുകിയിരിക്കരുത്, ജഡീക താല്പര്യങ്ങൾ അഭിലാഷിക്കരുത്, അതിനെ ആഗ്രഹിച്ചു പോകരുത്. ജഡത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ മാറ്റിവെക്കരുത്. അത് ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ നാം കൊന്നുകളയുകയാണ്, ഇല്ലാതെയാക്കുകയാണ്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഞാനൊരു പാപം ചെയ്യാനായിട്ട് പോകുമ്പോൾ, ഞാൻ ഒരു തിന്മ ചെയ്യാനായിട്ട് പോകുമ്പോൾ എന്നിൽ ആരുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. റോമാലേഖനം 3:13 പറയുകയാണ്, ജഡീകരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മരിക്കും. അവന് മരണശിക്ഷയുണ്ട്. കാരണം അവൻ ജഡത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ജഡത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വെമ്പൽപ്പെടുന്നത്. നാം ഒരു പാപം ചെയ്യാനായിട്ട് പോകുമ്പോൾ, ഈ പ്രത്യേകിച്ച് പ്രകൃതി വിരുദ്ധമായ പാപങ്ങൾ നാം ഏർപ്പെടാനായി പോകുമ്പോൾ എന്നിലൊരു പരിശുദ്ധാത്മാവുണ്ട്. ദൈവം എന്നിലൊരു പരിശുദ്ധാത്മാവിനെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ അടക്കമാണ്, നമ്മളെ നിക്ഷേപിച്ച് ആത്മാവിനെ അടക്കമാണ് പാപത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. സഭ പഠിപ്പിക്കുന്ന 4-മത്തെ ഒരു പാപമുണ്ട്. പ്രകൃതി വിരുദ്ധമായ ഒരു പാപം നീ ചെയ്താൽ അത് അവിടെ കിടന്ന് നിലവിളിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം തിരുവചനം, സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നീ എഴുതി വെച്ചോ, ദൈവം നിന്നോട് പറയുന്നു, രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിന്നെ ഇങ്ങനെയുള്ള മാരക പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ദൈവത്തിന് കഴിയും. യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. കാണുവാൻ കഴിയാത്തവണ്ണം അവൻ്റെ കണ്ണ് കുരുടായി പോയിട്ടില്ല. പക്ഷേ പറയുന്ന താഴേക്ക് വായിക്കുമ്പോൾ കാണുന്നു, നിന്റെ പാപമാണ് ദൈവത്തെയും നിന്നെയും തമ്മിൽ അകറ്റുന്നത്. എൻ്റെ പാപം, എൻ്റെ പ്രകൃതി വിരുദ്ധമായ പാപമാണ് എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമെങ്കിൽ ഇങ്ങനെയുള്ള തിന്മയെ ഞാൻ വെറുത്തുപേക്ഷിക്കണം. രണ്ടാമത്, പ്രകൃതി വിരുദ്ധമായ പാപങ്ങളിൽ ഏർപ്പെടുന്നവരെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരണം.
നമുക്ക് അവർക്ക് വേണ്ടി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ സഹോദരനോ സഹോദരിയോ ഇങ്ങനെയുള്ള ജഡീക പാപത്തിൽ മുഴുകിയിരിക്കുന്നുവെങ്കിൽ അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം. അവന് ഉപദേശിക്കണം. അവൻ മോനെ നീ ചെയ്യുന്ന നല്ലതാണെന്നല്ല പറയേണ്ടത്, അവന് നന്മയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നീ ശ്രദ്ധിക്കണം. റോമാലേഖനം 13:13 ഇങ്ങനെയാണ് പറയുന്നത്, പകലിന് യോജിച്ച വിധം നമ്മുടെ പെരുമാറ്റം സുഖലോലുപതയോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ വ്യാപരിക്കരുത്. പകലിന് യോജിച്ച് തോന്നുന്ന പോലെ നിന്റെ ശരീരത്തെ പാപത്തിന് വിട്ടുകൊടുക്കരുത്. യാക്കോബ് ശ്ലീഹ 1:18 പറയുന്നുണ്ട്, തൻ്റെ സൃഷ്ടികളിൽ ആദ്യഫലമോ ജനത്തിന് സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു, അവിടുന്ന് തിരുവചനത്തിനായി സാക്ഷിയായിത്തീരുന്നു. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, നമ്മെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിന്നെ ഈ വചനം കേൾക്കാൻ ദൈവം ഇവിടെ കൂട്ടിവരുത്തിയത് നീ മറ്റുള്ളവർക്ക് നന്മയായിട്ട്, മറ്റുള്ളവർക്ക് വിശുദ്ധനായി തീരുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്നെ ഒരു വിശുദ്ധനാക്കി മാറ്റാൻ ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് കൊടുത്തു. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും പാപത്തിൽ, പ്രകൃതിവിരുദ്ധമായ ഏതെങ്കിലും ഒരു പാപത്തിൽ പെട്ടുകിടക്കുന്നൊരു വ്യക്തിയാണോ, മാണുമായി പെണ്ണുമായി മൃഗാസക്തിയിൽ നീ ജീവിക്കുന്ന വ്യക്തിയാണോ, നിന്നിലൊരു പിന്മാറ്റം യഹോവ ആഗ്രഹിക്കുന്നു. നിന്നെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ കാൽവരിയുടെ മഹോന്നതങ്ങൾ ബലിയായി തീർന്നത്. അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിത്തന്നത് എന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മാരകമായ പാപത്തിൽ നിന്ന് എനിക്ക് സ്വർഗരാജ്യം തരുവാൻ, സ്വർഗത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ് തൻ്റെ പിതാവാം ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ആ പുത്രന് വേണ്ടി ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താണോ ക്രിസ്തു നിന്നോട് എന്തു പറയുന്നോ നീ അതുപോലെ ചെയ്യണമെന്ന്. ക്രിസ്തു പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനാ, നീ എനിക്ക് വിലയേറിയവനാ, നിന്റെ പേരെൻ്റെ ഉള്ളംകൈയിൽ വരച്ചിട്ടുണ്ട്, പലപ്പോഴും നീ എന്നിൽ നിന്ന് അകന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാ. ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ആയുസ്സിനെ അതിൻ്റെ പൂർണ്ണതയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ, ദേഹം, ദേഹി, ആത്മാവിനെ, ശരീരത്തെ, ഇന്ദ്രിയങ്ങളെ വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കുവാൻ നമുക്കിടയാൻ യോബ് പറയുന്നുണ്ട്, ഞാൻ പാപം ചെയ്യാതിരിപ്പാൻ, കന്യകയെ നോക്കാതിരിപ്പാൻ ഞാൻ എൻ്റെ കണ്ണുമായി ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്ന്. നമുക്ക് ദൈവത്തോടൊരു ഉടമ്പടി ചെയ്യാൻ, ഇനി പാപം ചെയ്യാതിരിപ്പാൻ, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാപം ചെയ്യാൻ ഇടയായിട്ടുണ്ട്, ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച എത്ര മാരകമായ പാപങ്ങളാണെങ്കിലും ദൈവം നമ്മോട് ക്ഷമിക്കും. ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് തൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. പൊന്നു വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, യേശു ക്രിസ്തുവിൻ്റെ കളങ്കമില്ലാത്ത വിലയേറിയ രക്തം കൊണ്ടാണ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ, നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ രാവും പകലും നിൻ്റെ രക്തം എനിക്ക് കോട്ടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഞാൻ രാവിലെയും വൈകുന്നേരവും എഴുന്നേൽക്കുമ്പോൾ, നടക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാനായിട്ടിടയായിത്തീരണം. ദൈവമേ അങ്ങയുടെ രക്തം, കാൽവരിയിൽ നിന്നൊഴുകിയ ആ രക്തം എനിക്ക് രാവും പകലും കോട്ടയായിത്തീരണമേ എന്ന് പ്രാർത്ഥിക്കാൻ. ഭൂമിയിൽ നിലവിളിക്കാതിരിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനും സ്നേഹനിധിയുമായ സ്വർഗത്തിലെ നല്ല ദൈവമേ, അനുഗ്രഹമായ ഈ സമയത്ത് ദൈവമേ, എൻ്റെ പിതാക്കന്മാരോ ഞാനോ ചെയ്തു പോയ പാപങ്ങളെ ഭൂമിയിൽ കിടന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് തലമുറകൾക്ക് നിലവിളിപ്പാതിരിപ്പാൻ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ക്രൂശിനോട് ചേർത്ത് ഈ കേൾക്കുന്ന സമൂഹത്തെ മുഴുവനുമായി സമർപ്പിക്കുന്നു. ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ പാപങ്ങളെയും ക്ഷമിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഒരു വിശുദ്ധനാക്കി മാറ്റണമേ. ഒരു വിശുദ്ധിയാക്കി ഈ മക്കളെ മാറ്റണമേ. പരിശുദ്ധാത്മാവിനെ നയിക്കണം. അങ്ങയുടെ രക്തം കൊണ്ട് ഇവരെ കഴുകി ശുദ്ധീകരിക്കണം.
യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ, സകല പരിശുദ്ധന്മാരെ, ശുദ്ധിയുതികളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധയുടെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹിക്കും.